സുധീഷിൻ്റെ അച്ഛൻ നിധിയുടെ അച്ഛനോട് ചോദിക്കുക എന്താ പണി. നിധിയുടെ അച്ഛൻ പറയും ബിസിനസ്സാ. നിങ്ങൾക്കോ? എൻ്റെതും ബിസിനസ്സാണെന്നൊക്കെ പറയാം. പണ്ട് കുറേ ലോറി ഉണ്ടായിരുന്നു, കൈനിറ പണവും. എൻ്റെ ഭാര്യയെ ഞാൻ തങ്കക്കട്ടി പോലെ നോക്കിയത്. അവൾ മരിച്ചപ്പോൾ അവളെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞ് എന്നെ പോലീസ് കൊണ്ടുപോയി. അങ്ങനെ ഓരോ കഥകളൊക്കെ നിധിയുടെ അച്ഛനോട് പറയാണ്. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷ് പറയും മോൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, മോൾക്ക് അച്ഛൻ്റെ അടുത്ത് പോയിരുന്നൂടെ. നിധി പറയും അവിടെ അച്ഛനുണ്ടല്ലോ കൂട്ടിന്. നികേഷ് പറയും അയ്യോ അച്ഛൻ എന്താ പറയാന്നറിയില്ല, വെറുതെ ഏടത്തിയുടെ അച്ഛനെ വന്ന വഴിക്ക് തിരിച്ചു ഓടിക്കണം. സുഭാഷ് പറയും ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് ചെല്ലുമ്പോൾ അച്ഛനെ പുഴത്തി ഓരോ കഥകളിങ്ങനെ പറയാണ്. സുഭാഷ് പറയും സാർ അകത്തേക്ക് ഇരിക്കാം, പുറത്ത് നല്ല കൊതുകുണ്ടാവും. സുഭാഷിൻ്റെ അച്ഛൻ പറയും ആ ചെല്ല്. അകത്താകുമ്പോൾ ഇവനെ പേടിയുള്ള കൊതുക, കടിക്കില്ല. നിധിയുടെ അച്ഛൻ അകത്തേക്ക് പോയി കഴിയുമ്പോൾ സുഭാഷിൻ്റെ അച്ഛൻ പറയും തൻ്റെ ആന കുത്തിയ മൈൻഡ് ചെയ്യാത്തവന്മാരാ. സുഭാഷെ അച്ഛനെ കൊണ്ടുപോയിട്ട് അകത്തിരുത്തും. എന്നിട്ട് പറയും സാറ് ഇരിക്കൂ. സുഭാഷ് അടുക്കളയിൽ പോയിട്ട് ഭക്ഷണമൊക്കെ എടുത്തിട്ട് ഹാളിലേക്ക് വരികയാണ്. നിധിയുടെ അച്ഛന് കൈ കഴുകാനുള്ള വെള്ളമായിട്ടാണ് സുഭാഷ് വരുന്നത്. നിധിയുടെ അച്ഛൻ പറയും എന്നെ നിങ്ങളുടെ ഒരാളായിട്ട് കണ്ടാൽ മതി. ഭക്ഷണം കഴിക്കാൻ ടീപ്പോയി എടുത്തിടുമ്പോൾ നിധിയുടെ അച്ഛൻ ചോദിക്കും നിങ്ങളൊക്കെ എങ്ങനെ കഴിക്കാറ്. സുഭാഷ് പറയും ഞങ്ങളൊക്കെ നിലത്തിരുന്നാണ് കഴിക്കാറ്. നിധിയുടെ അച്ഛൻ പറയും എനിക്കും നിലത്തിരുന്ന് മതി. ഭക്ഷണം വിളമ്പുമ്പോൾ നിധിയുടെ അച്ഛൻ ചോദിക്കും ഇത്ര സമയം കൊണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയോ. നിധി പറയും സുഭാഷ് ഏട്ടൻ രാവിലെ പോകുമ്പോൾ 1 മണിക്കൂർ കൊണ്ടാണ് എല്ലാം ചെയ്തിട്ട് പോകുന്നത്, എല്ലാത്തിനും നല്ല ടേസ്റ്റും ഉണ്ടാവും. നിധിയുടെ അച്ഛൻ കഴിച്ചിട്ട് പറയും ആ നല്ല ടേസ്റ്റും ഉണ്ട്. നിധി ചോദിക്കും ചിക്കൻ കുറച്ചുകൂടി ഇടട്ടെ. അച്ഛൻ പറയും എന്തിന്, നമ്മുടെ വീടല്ലേ, വേണമെങ്കിൽ ഞാൻ ചോദിച്ചു വാങ്ങില്ലേ. ആ സമയത്ത് വീട്ടിലേക്ക് സുധീഷ് വരികയാണ്. സുധീഷ് ഹരീഷിനോട് ചോദിക്കും ഇതേതാടാ ഈ കാറ്. ഹരീഷ് പറയും അറിയില്ല. നികേഷ് പുറത്ത് വന്നിട്ട് ചോദിക്കും നിങ്ങളെന്താ ഇത്രയും വൈകിയത്. വാ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാന്ന് ചോദിക്കുമ്പോൾ നികേഷ് പറയില്ല. സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ നിധിയുടെ അച്ഛനെ കണ്ടിട്ട് ഞെട്ടാണ്. സുധീഷ് ഹരീഷിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. നിധി പറയും ഇതാണ് സുധീഷിൻ്റെ താഴെയുള്ള ആൾ. അച്ഛൻ പറയും എനിക്കറിയാം ഹരീഷല്ലേ. സുഭാഷ് ചോദിക്കും നീ എന്താണ് സുധീഷ് ഒന്നും മിണ്ടാത്തത്. രാവിലെയും ഞാനിങ്ങനെ സംസാരിക്കുകയല്ലാതെ സുധീഷ് ഒന്നും മിണ്ടുന്നില്ലെന്ന് നിധിയുടെ അച്ഛൻ പറയും. സുധീഷ് പറയും വന്നതിൽ സന്തോഷം. അച്ഛൻ പറയും വാ ഇരിക്കി, നിൻ്റെ ഏട്ടൻ നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിക്കാം. സുഭാഷ് സുധിയോട് കൈ കഴുകി വരാൻ പറയും. സുധി കൈ കഴുകാൻ പോകുമ്പോൾ ഒപ്പം തന്നെ ഹരീഷും ഉണ്ട്. ഹരീഷ് ചോദിക്കും നിങ്ങൾ ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്, പുള്ളി അവിടുന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത്, ഇവിടുന്ന് ഭക്ഷണം വരെ കഴിക്കുന്നുണ്ട്, ഇനി ഏടത്തിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതൊന്നല്ലായിരിക്കും അല്ലേ. സുധി പറയും അത് ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കരുത്. സുധീഷ് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും സുധീഷിന് കഴിക്കാനൊന്നും തോന്നുന്നില്ല. നിധിയുടെ അച്ഛൻ പറയും എന്നെ നോക്കി നിൽക്കാതെ കഴിക്ക് സുധീഷേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നിധിയുടെ അച്ഛൻ സുഭാഷിനോട് ചോദിക്കും അല്ല സുഭാഷേ എല്ലാവർക്കും ഇങ്ങനെ വെച്ച് വിളമ്പി കൊടുത്താൽ മതിയോ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ. നിധി പറയും ഞങ്ങൾ നോക്കുന്നുണ്ട് അച്ഛാ. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മോള് സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്ന്. ഇവിടുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു, അത് മതി, ഇനി ഞാൻ ഇറങ്ങട്ടെ. അത് കേൾക്കുമ്പോൾ സുധിക്ക് സമാധാനമാവും. നിധിയുടെ അച്ഛൻ ഭാസ്കരനോട് ചോദിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരാഴ്ചയ്ക്ക് നിധിയെയും സുധിയെയും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. നിധി ചോദിക്കും എന്താ അച്ഛൻ അങ്ങനെ ചോദിച്ച്. അച്ഛൻ പറയും എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, നീ വീട്ടിൽ വന്നപ്പോഴൊക്കെ ഞങ്ങൾ അംഗീകരിച്ചില്ലെന്നത് സത്യം തന്നെയാണ്, അത് അപ്പോഴത്തെ ദേഷ്യം കൊണ്ടാ. ഇപ്പോൾ ഞാൻ എല്ലാം മറന്ന് നിന്നെ ഇവിടെ വന്ന് കണ്ടില്ലേ, ഇനി നിന്നെ തിരിച്ച് വിളിക്കാതിരിക്കാൻ പറ്റുമോ. ആ വീട് നിൻ്റെ കൂടെയല്ലേ, വല്ലപ്പോഴും അങ്ങോട്ട് വരുന്നതിൽ എന്താ തെറ്റ്. സുധീഷ് ചോദിക്കും അതിനെന്തിനാ ഇപ്പം തന്നെ പോകുന്നത്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ. സുഭാഷ് പറയും സാറ് വിളിക്കുന്നതല്ലേ സുധീഷേ. നികേഷും പറയും അതെ, ഇപ്പോൾ വന്നാൽ പറ്റില്ല, നിധിക്ക് കുറേ ഇൻ്റർവ്യൂവിനൊക്കെ പോകാനുള്ളതാ. നിധിയുടെ അച്ഛൻ പറയും അവിടെ നിന്ന് ഇങ്ങോട്ട് 3 മണിക്കൂറിൻ്റെ ഡ്രൈവല്ലേ ഉള്ളൂ. ഭാസ്കരൻ ചോദിക്കും വിശ്വസിക്കാൻ പറ്റുമോ, അവളെ തിരിച്ചിങ്ങോട്ട് അയക്കുമോ. സുഭാഷ് അച്ഛനെ തടയുമ്പോൾ അച്ഛൻ പറയും നീ മിണ്ടാതിരിക്കടാ. ഭാസ്കരൻ മനസ്സിൽ തോന്നിയ കാര്യം ചോദിക്കും. സുധി പറയും ഇങ്ങേർക്ക് മനസ്സിലായി, ഇവിടെ ഉള്ളവർക്കൊന്നും മനസ്സിലായിട്ടില്ല. നിധിയുടെ അച്ഛൻ പറയും ഞാൻ ഇവളെ മാത്രമല്ലല്ലോ 2 പേരെയും കൊണ്ടുപോകാന്നല്ലേ പറഞ്ഞത്, ഞാനിവിടെ വന്ന് ഭക്ഷണം കഴിച്ചതൊക്കെ ഇവളുടെ അമ്മ അറിഞ്ഞാൽ അവളെ കൊണ്ടുവരാത്തതിൽ അവൾക്ക് വിഷമം തോന്നും, അതുകൊണ്ടാ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത്. സന്തോഷമാവും അവൾക്ക്, പെറ്റ വയറല്ലേ, ഇവളെ ഓർത്ത് അവൾക്കും സങ്കടം കാണില്ലേ. സുഭാഷാണെങ്കിൽ അതിന് സമ്മതം കൊടുക്കുകയാണ്. നിധിക്കും അച്ഛൻ പോയിട്ട് നാളെ തിരിച്ചു വരാനാണ്. അച്ഛൻ പറയും അത് കുഴപ്പമില്ല മോളെ, ഞാനിവിടെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കും. സുഭാഷ് പറയും സാറിന് താമസിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം അല്ലാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. അച്ഛൻ പറയും മനസ്സ് ശരിയാണെങ്കിൽ എവിടെ വേണമെങ്കിലും താമസിക്കാം. നിധിയുടെ അച്ഛൻ പക്ഷേ അതിനൊന്നും മറുപടി പറയാൻ നിൽക്കില്ല. സുഭാഷ് പറയും അച്ഛനൊന്നും മിണ്ടാതിരിക്കേ. നിധിയുടെ അച്ഛൻ ചോദിക്കും ഞാൻ ഇവിടെ താമസിക്കാത്തതിലുള്ള വിഷമമാണോ. എന്നാലേ ഞാൻ ഇന്ന് ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്, എൻ്റെ മോള് താമസിക്കുന്ന വീട്ടിൽ ഞാൻ താമസിച്ചാലെന്താ. സുഭാഷാണെങ്കിൽ നിധിയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളോർത്ത് ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണ്.